പ്രിയമുള്ള ശാലോം പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന 30 മിനിറ്റ് സമയം നമ്മൾ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് പരിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത്. 9-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ്. 2 കൊറിന്ത്യർ 9:6 മുതൽ. സത്യം ഇതാണ്: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. എന്തെന്നാൽ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകൂടി ചെയ്യുന്നു. സത്യം ഇതാണ്: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. വളരെ സത്യമാണത്. അല്പം വിതയ്ക്കുന്നു. 1/2 ലിറ്റർ വിത്ത് വിതച്ചിട്ട് ആരും 1 ലോഡ് നെല്ല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. 1 തെങ്ങ് വെച്ചിട്ട് 1000 തേങ്ങ പറിക്കാം എന്നാരും കരുതേണ്ട കാര്യമില്ല. 10 റബ്ബർ വെച്ചിട്ട് 25 ഷീറ്റ് അതിൽ നിന്ന് കിട്ടാം എന്നും പ്രതീക്ഷിക്കുന്നില്ല ആരും. അല്പം ചെയ്താൽ അല്പം മാത്രമേ കിട്ടുകയുള്ളൂ. എന്തെങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കാതെ വലിയ ഉൽപ്പാദനമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കുട്ടികളോട് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എത്രമാത്രം പഠിച്ച് വലിയവരാകുന്നുവോ, എത്രമാത്രം വലിയ ജോലികൾ കിട്ടുന്നുവോ അത്രമാത്രമേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. 10ാം ക്ലാസ് പാസ്സായിട്ട് ജോലി വാങ്ങി 50,000 രൂപ തുടക്കത്തിൽ തന്നെ ശമ്പളം വേണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധമില്ലായ്മയായിരിക്കും. നീ അല്പം മാത്രമേ വിതച്ചിട്ടുള്ളൂ, 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ആ 10ാം ക്ലാസ് പഠിച്ചയാൾക്ക് ഇത്ര മാത്രമേ പ്രതിഫലവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിൽ കൂടുതൽ നീ പ്രതീക്ഷിക്കരുത്. ചിലപ്പോഴെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്: ഞങ്ങൾ ശാരീരികമായിട്ട് എന്തുമാത്രം അധ്വാനിക്കുന്നു, ഇത്രയൊന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ സൂപ്പർവൈസർമാർ അങ്ങനെയുള്ള തസ്തികകളിലുള്ളവർ ശാരീരികമായിട്ടൊരു പക്ഷേ അധ്വാനിക്കുന്നുണ്ടാവില്ല, പക്ഷേ ശമ്പളം അവർക്കാണ് കൂടുതൽ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ ആ തലങ്ങളിലൊക്കെയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം, കൂടുതൽ ബുദ്ധി, ഊർജം, പണം ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടുന്നത്. നേരെ മറിച്ച് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ, ഒരുപക്ഷെ പറമ്പിൽ അതികഠിനമായിട്ട് കിളയ്ക്കുന്നവർ, അധ്വാനിക്കുന്നവർ, അവർക്ക് അത്രയും ശമ്പളം കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണ്? അവരത്രയേ അന്ന് വിതച്ചിട്ടുള്ളൂ. വിതച്ചതിൽ നിന്ന് മാത്രമേ നമുക്ക് കൊയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണ്? അതുകൊണ്ട്
നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഉദാരത, ആ ഉദാരത എന്തുമാത്രമുണ്ട് അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് തിരികെ കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ലാഭമായാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തു വിറ്റ് കിട്ടുന്ന ലാഭം, എന്തെങ്കിലും ഒരു സാധനം, അതിൻ്റെ ഒരു 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 ഇത്രയേ കിട്ടുള്ളൂ, അതിനകത്തു നിന്നൊരു കണക്കുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ വിതയ്ക്കണം. കൂടുതൽ വിതയ്ക്കുമ്പോൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. കൂടുതൽ അധ്വാനിക്കുക മാത്രമല്ല, ശ്രദ്ധ വേണ്ടി വരും. ഒരുപാട് സംഘടനാ പാഠവും വേണ്ടി വരും. 1000 ഏക്കർ പാടം കൃഷി ചെയ്യുന്നതും 1/2 ഏക്കർ പാടം കൃഷി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഒരുപാടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ജോലി കൂടുതലുണ്ട്, പണം കൂടുതലായിട്ട് ഇറക്കണം, കൂടുതലായിട്ട് ശ്രദ്ധ വേണം, കൂടുതൽ വിത്ത് വേണം, കൂടുതൽ സ്ഥലത്തെ കള പറിക്കണം, കൂടുതൽ പണിക്കാരുണ്ടാകണം, കൊയ്ത്തിനും കൂടുതൽ ആളുകളുണ്ടാവണം, പിന്നെ ഈ നെല്ല് മെതിക്കാനും ഉണക്കാനും കൊണ്ടുപോകാനൊക്കെ കൂടുതൽ ആൾ വേണം, കൂടുതൽ പണവും സമയവും എല്ലാം വേണം. അതുകൊണ്ട് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ വിതയ്ക്കുക തന്നെ വേണം. അത് ആധ്യാത്മിക തലത്തിലായാലും ഭൗതിക തലത്തിലായാലും എല്ലാം തുല്യമാണ്. നമ്മൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിതച്ചേ മതിയാകൂ. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. നമ്മൾ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ചെയ്യുമ്പോൾ ഈ അല്പം വിതയ്ക്കുന്നതിന് തുല്യമാണ്. നമുക്ക് മനസ്സില്ല ചെയ്യാൻ, പിന്നെ നിർബന്ധിക്കുന്നുകൊണ്ട് ചെയ്യുന്നു. മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു 1/4 ലിറ്റർ മാത്രമേ വിതയ്ക്കുന്നുള്ളൂ എന്നാണ്. നേരെ മറിച്ച് നമുക്ക് 20-30 ലിറ്റർ വിതയ്ക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ല. പകരം നമ്മൾ ഈ 1/4 ലിറ്റർ കൊണ്ട് സംതൃപ്തിപ്പെടുകയാണ്. എന്നിട്ട് നമ്മൾ പരാതിയും പറയും. എന്താണ്? നമ്മൾക്ക് ആവശ്യത്തിന് കിട്ടിയില്ല. ഇന്ന് നമുക്കറിയാം, പൊതുവേ വരുന്ന ഒരു നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന ഒന്നാണ്, നമുക്ക് കിട്ടുന്നത് കൊണ്ട് തികയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വരവനുസരിച്ച് അല്ല ചിലവ് പോവുക, ചിലവിനനുസരിച്ച് നമുക്ക് വരവ് കിട്ടുന്നില്ല. അപ്പോൾ അത്രയും ചിലവുണ്ടാകും എന്ന് നമുക്കറിയാമെങ്കിൽ അതിനനുസരിച്ചുള്ള വരവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. എത്ര അധ്വാനിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ ഇത്രയേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് തോന്നുമ്പോൾ അത്രയേ നമ്മുടെ ചെലവുകൾ വരാവുള്ളൂ. നമ്മൾ അറിയാത്ത ഒരുപാട് ചിലവുകളുണ്ടാവില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വലിയ കൃപകൾ വേണമെന്ന് വാശി പിടിക്കുകയും നിങ്ങളൊന്നും കൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ അതിൽ കഥയില്ല. ഇവിടെ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് ഈ കാര്യം പറയാൻ കാരണം എന്താണ്? അവിടെ ജെറൂസലത്തെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ, സംഭാവന എടുക്കുന്നുണ്ട് കൊരിന്തിൽ നിന്ന്. അപ്പോൾ അവിടെ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെയൊക്കെ ചെറിയ ചെറിയ സംസാരങ്ങൾ പൗലോസ് കേട്ട് കാണും. ചിലർ പറയും, എൻ്റെ അടുത്ത് ഒന്നുമില്ല, നെറ്റിയിലെടുത്ത് വെച്ച് പോരാനൊരു 10 പൈസയില്ല. പൗലോസ് പറയുന്നതേ, നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടിയും എടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടിയും എടുക്കപ്പെടും. ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് ഇനിയും കിട്ടും. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി കൊടുക്കുക. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ, അല്ലാതെ ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ടല്ല. ജെറൂസലത്തെ സഭ പാവമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ പറയുന്നത് കൊണ്ടല്ല. നേരെ മറിച്ച് അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ധാരാളമുണ്ട്. കോറിന്ത് എന്ന് പറയുന്നത് വലിയ സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു. നേരെ മറിച്ച് ജെറൂസലത്തൊന്നുമില്ല, വളരെ പാവപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കുവാനായിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി തയ്യാറാവുക. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ എന്നാലും ഇങ്ങനെയൊക്കെ എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ടാവുകയില്ല, അവിടെ ദൈവം അവരെ സ്നേഹിക്കുകയില്ല. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം.
അതായത് നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ, നിങ്ങൾക്ക് കഴിവ് തരാൻ കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിൽക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അതെല്ലാം പഴയ നിയമത്തിൽ നിന്ന് പറയുന്നതാണ്. ഈശോയുടെ മാതൃക എടുക്കുക. ഈശോയുടെ മാതൃകയിൽ എന്താ നമ്മൾ കാണുന്നത്? തന്നെ തന്നെ മുഴുവനായിട്ട് സംഭാവന ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈശോ. അവിടെ ഒന്നും മിച്ചം വെക്കുന്നില്ല. തൻ്റെ സമ്പത്ത് മാത്രമല്ല, തൻ്റെ ജീവിതം, തൻ്റെ ശരീരം തന്നെ മുഴുവനായിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. നമ്മളോട് ഒന്നായി തീരാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും അവിടെ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒന്നും മിച്ചം വെക്കാതെ സന്തോഷത്തോടു കൂടി തരികയാണ് ചെയ്യുന്നത്. കർത്താവ് തന്നെ പറയും, എൻ്റെ ജീവൻ എന്നിൽ നിന്നാരും പിടിച്ചെടുക്കുന്നതല്ല, അത് ഞാൻ തന്നെ സന്തോഷപൂർവ്വം കൊടുക്കുന്നതാണ്. അതെനിക്ക് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഞാനത് എടുക്കുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നത് എന്തിനാണ്? അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ് സന്തോഷത്തോടു കൂടിയിട്ട്. എന്നോട് ആരും നിർബന്ധിച്ചിട്ടല്ല, എൻ്റെ പിതാവ് എന്നെ നിർബന്ധിച്ചിട്ടല്ല, നേരെ മറിച്ച് ഞാനത് സന്തോഷപൂർവ്വം കൊടുക്കുകയാണ്. അങ്ങനെ സന്തോഷപൂർവ്വം കൊടുത്തു കഴിയുമ്പോൾ കിട്ടിയത് എന്താണ് എന്ന് അവിടുത്തെ ഉയർപ്പിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നഷ്ടപ്പെട്ടത് മുഴുവൻ അവിടത്തേക്ക് തിരികെ കൊടുത്തു, അല്ല തിരികെ കിട്ടി. വീണ്ടും പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്, വീണ്ടും ആ ഒരു ദൈവികമായ അവസ്ഥയിലായിരിക്കുകയാണ്. ഇതുതന്നെയാണ് ജോബിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നത്. ജോബ് വാസ്തവത്തിൽ എല്ലാം ഇല്ലാത്തവനായി തീർന്നു. എല്ലാം ദൈവം അവനിൽ നിന്ന് എടുത്തു. ദൈവം എടുത്തു എന്ന് പറയത്തില്ലെങ്കിലും പിശാചിനെ പരീക്ഷിക്കുവാനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ജോബിൻ്റെ കഥയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്തിനാണ് ജോബിനെ വാസ്തവത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം വിട്ടുകൊടുത്തത്? ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ദൈവം അത് ചെയ്തു? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ പിശാച് എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ജോബ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവനിപ്പോൾ ഈ സ്വത്തൊക്കെ ഉള്ളത് കൊണ്ടാണ്, നേരെ മറിച്ച് അവൻ്റെ സ്വത്തൊക്കെ ഒന്നും ഇല്ലാതാവട്ടെ, അവൻ്റെ മക്കളൊക്കെ ഇപ്പോൾ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ അവൻ നിന്നെ തള്ളിപ്പറയും. അപ്പോൾ ദൈവം പറയുകയാണ്, പറഞ്ഞിട്ടല്ല, ഞാനതങ്ങനെ ഭാവനയിൽ കാണുകയാണ്. ദൈവം പറഞ്ഞു, ചെകുത്താനെ, എൻ്റെ ജോബ് അങ്ങനെയൊന്നും വീഴുന്നവനല്ല. വേണമെങ്കിൽ നിനക്ക് അവനെ പരീക്ഷിക്കാം, ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജോബിൻ്റെ അടുത്തേക്ക് പിശാചിനെ പറഞ്ഞു വിടുകയാണ്. അവൻ പോയി പഠിച്ച പണി 18 നോക്കി. അയൽക്കാരെയും കൂട്ടുകാരെയും ഭാര്യയും എല്ലാം വിട്ട് പറഞ്ഞു നോക്കി, മനുഷ്യ, ഇനിയും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത്? ശപിച്ചിട്ട് മരിക്ക്. ജോബ് പറയുന്നു, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ദൈവം തന്നു, ദൈവം എടുത്തു, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ദൈവം ജോബിൻ്റെ വിശ്വസ്തതയെ ചെകുത്താൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവാം ഇപ്രകാരം പരീക്ഷിക്കപ്പെടാൻ വിട്ടുകൊടുത്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? നമുക്ക് ദൈവം എല്ലാം സമൃദ്ധമായിട്ട് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ജോബിൻ്റെ എല്ലാം ഇല്ലാതായില്ലേ, പക്ഷേ അവസാനം എല്ലാം ദൈവം തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ചെകുത്താനോട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികൂല ശക്തികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണ്? തീർച്ചയായിട്ടും വലിയ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ജോബിനുണ്ടായി. പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതെല്ലാം തിരികെ കിട്ടുമെന്ന് മറ്റുള്ളവരെ ഈ ചെകുത്താനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ ജോബിനെ പരീക്ഷിക്കാൻ വരുന്ന പിശാച് എന്ന് പറഞ്ഞൊരു പ്രതീകമാണത്. ഈ ലോകത്തിലെ പ്രതികൂല ശക്തികളുടെ, നാരകീയ ശക്തികളുടെ ഇതിൻ്റെ പ്രതീകമാണത്. അങ്ങനെ ഈ ജോബിനെ പരീക്ഷിക്കാൻ വന്നതുപോലെ ഈ ലോകത്തിലും ധാരാളം ഈ പ്രതികൂല ശക്തികൾ, പ്രതിലോമ ശക്തികൾ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് പറയാൻ കഴിയേണ്ടത് എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സ്നേഹം നമുക്ക് ധാരാളമായി തരാൻ, അനുഗ്രഹങ്ങൾ തരാൻ കഴിവുറ്റവനാണ് ദൈവമെന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ഉദാരശീലാകുക. ദാനം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എനിക്കിനിയൊന്നും ഇല്ലല്ലോ എന്നോർത്ത് കൊടുക്കാതെ ഇനിയും ദൈവം തരും എന്നുള്ള ഒരു വിശ്വാസം കൊടുക്കുമ്പോൾ ധാരാളമായിട്ട് നമുക്ക്
വീണ്ടും അത് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. കർത്താവ് തൻ്റെ ജീവൻ തന്നെ കൊടുത്തു, പക്ഷേ അവിടത്തേക്ക് ആ നിത്യമായ ജീവൻ തിരികെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. വിതക്കാരന് വിത്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ വിത്തിൽ നിന്നാണ് കൂടുതൽ ഉൽപ്പാദനം നടക്കുക, വീണ്ടും കൂടുതൽ നെല്ലുണ്ടാകുക, ഗോതമ്പുണ്ടാവുക. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന മുഴുവൻ ഒന്നിച്ചൊന്നും ആയിരിക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചോദിക്കുന്നതെല്ലാം ഇങ്ങോട്ട് ഒന്നിച്ച് തരികയായിരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ വിത്ത് തരും പോലെ നമ്മൾക്ക് ചില സാധ്യതകൾ തരികയാണ്. ഈ വിത്ത് കിട്ടുന്ന കൃഷിക്കാരൻ അവൻ എന്ത് ചെയ്യണം? അവനതിനെ ശരിയാമണ്ണം പരിരക്ഷിച്ച് വേണ്ട രീതിയിൽ സൂക്ഷിച്ച് വെച്ച്, നമ്മുടെയൊക്കെ പണ്ടൊക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നെല്ല് വിത്തായി കഴിഞ്ഞാൽ ആ വിത്തിന് വേണ്ടിയിട്ടുള്ള നെല്ലെടുത്തിട്ട് പ്രത്യേക രീതിയിൽ അതെല്ലാം പേറ്റി ഉണക്കി അതിനെ സംരക്ഷിച്ച് ഒരു പക്ഷേ ചേരയിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് അതിന് കൃത്യമായ ഉണക്കൊക്കെ കൊടുത്ത്, എന്നിട്ട് പിന്നീട് അത് വിതയ്ക്കാൻ നേരത്തെ എടുത്ത് വെള്ളത്തിൽ കുതിർക്കുന്നു, പിന്നെ അത് ചാക്കിലെടുത്ത് വെക്കുന്നു, എന്നിട്ട് അത് മുളച്ച് കഴിയുമ്പോൾ കൊണ്ടുപോയി വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് പലപ്പോഴും ഈ വിത്താണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ട ചില വിത്തുകൾ മാത്രമാണ്, അതിനുള്ള സ്രോതസ്സ് മാത്രമാണ് ദൈവം തരിക. ബാക്കി മുഴുവൻ നമ്മൾ തന്നെ അത് വർദ്ധിപ്പിച്ച് ഉണ്ടാക്കണമെന്നുള്ളതാണ്. അങ്ങനെ അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ, കഴിവുകൾ ഒരു വിത്തെന്നതുപോലെ നമ്മൾ സംരക്ഷിച്ച് അതിനെ നമ്മൾ വിതച്ച് ആവശ്യമായിട്ടുള്ള വളവും വെള്ളവുമെല്ലാം കൊടുത്ത് സമയാസമയങ്ങളിൽ നമ്മൾ കളപറിച്ച് പക്ഷികളിൽ നിന്നെല്ലാം അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ അത് വളർന്ന് പാകമായി നമുക്ക് നല്ല ഫലം തരുമെന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കരുത് എല്ലാം ദൈവം അങ്ങ് തന്നിരിക്കുകയാണ്, തരികയാണ്. അങ്ങനെയല്ല തരുന്നത്. നമ്മുടെ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ശാരീരികമായ കഴിവുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്, മാതാപിതാക്കളെ തന്നിട്ടുണ്ട്, നല്ല ഭാര്യയും ഭർത്താവിനെയൊക്കെ തന്നിട്ടുണ്ടാവും, മക്കളെ തന്നിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം തന്നു. അതിലൂടെയെല്ലാം നമ്മൾ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് അവസരം തരികയാണ് നമുക്കിത് ദൈവം തരുന്നത്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, ഉപയോഗിക്കാൻ ആണ് ദൈവം അത് തരുന്നത്. അങ്ങനെ നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നീതിയുടെ വിളവ്. പലപ്പോഴും ഈ നീതി എന്ന് പറയുന്നത് എന്താണ്? നീതി എന്ന് പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് അത് ഇംഗ്ലീഷിൽ റൈച്ചസ്നെസ് എന്നൊക്കെ പറയും. നീതീകരണം എന്നൊക്കെ പറയുന്നത് അതെന്താണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ കൊടുക്കാനുള്ളത് കൊടുക്കുന്നത് മാത്രമല്ല. പൗലോസിൻ്റെ ചിന്തയിൽ ഈ നീതിവൽക്കരണം എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുക. ഇവിടെ അങ്ങനെ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നീതിയുടെ വിളവ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ദൈവികമായിട്ടുള്ള ചൈതന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തിന്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ, തെറ്റായ വഴിയിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ആ ദൈവികമായ സ്വഭാവവും ശൈലിയും തിരികെ തരുമെന്നാണ് ഈ പറയുന്നത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന കഴിവുകളെ, അവസരങ്ങളെ, വസ്തുക്കളെ, ആളുകളെയൊക്കെ നമ്മൾ ശരിയാവണ്ണം വിനിയോഗിക്കുകയാണെങ്കിൽ, ദൈവം പറയുന്ന രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആ നീതിയുടെ വിളവ് സമൃദ്ധമായിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നന്മ വളരുമെന്നർത്ഥം, നമ്മളിൽ ദൈവത്തിൻ്റെ സ്വഭാവം വളരുമെന്നർത്ഥം. അതാണ് നീതിയുടെ വിളവ് എന്ന് പറയുന്നത്. അങ്ങനെ അത് നമ്മളിൽ സമൃദ്ധമായിട്ടുണ്ടാക്കും. നമ്മളിൽ നീതിയുടെ വിളവ്, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവികമായ ചൈതന്യം അത് നിറയുമ്പോഴല്ലേ സ്വർഗരാജ്യം കിട്ടുന്നത്, അതല്ലേ നിത്യജീവൻ എന്ന് പറയുന്നത്. അതിനപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ഉദാരശീലത കാണിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകുമെന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. വീണ്ടും 11-ാമത്തെ വാചകത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ
ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കും. നമ്മൾ സമ്പന്നരാണെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. കേവലം നമുക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല. ഈ സമ്പന്നത എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലുണ്ട്. സമ്പന്നത കേവലം സമ്പത്ത് അല്ലെങ്കിൽ പണം, സ്വത്ത്, അതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നല്ല ബുദ്ധിയുള്ള ഒരാൾ, നന്നായിട്ട് കണക്കറിയാവുന്ന ഒരാൾ. എന്തിനാണ് ആ വ്യക്തിക്ക് അത്രയും കണക്ക് അറിയാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്? അയാൾ ഉദാരശീലനാകാൻ വേണ്ടിയിട്ടാണ്. മറ്റു മക്കളെ, മറ്റുള്ളവരെ ഇയാൾക്കുള്ള അറിവ് ഉപയോഗിച്ച് നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് ഈ അറിവ് കൊടുത്തിരിക്കുന്നത് എവിടെയെങ്കിലും നല്ല മാത്സ് ടീച്ചറായിട്ട് ശമ്പളം പറ്റാനല്ല. തീർച്ചയായിട്ടും അതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇയാൾ ഉദാരശീലനാകാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് തനിക്കുള്ള ഈ കഴിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദാരശീലനാവുക. അല്ലെങ്കിൽ നല്ല പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾക്ക് പലതരത്തിൽ അതിനെ ഉപയോഗിക്കാം. ഒരുപക്ഷെ സിനിമാ പാട്ട് പാടി കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഒരുപാട് CD കാസറ്റുകളൊക്കെ ഇറക്കി കാശുണ്ടാക്കാം, കച്ചേരികൾ നടത്തി കാശുണ്ടാക്കാം. പക്ഷേ എന്തിനാണ് ആ പാട്ട് പാടാനുള്ള ആ വലിയ സമൃദ്ധി കൊടുത്തിരിക്കുന്നത്? അത് ഉദാരശീലനാകാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടണം, അതിൽ നിന്ന് കിട്ടണം. അതിലൂടെ, ആ പാട്ടിലൂടെ അവർ ദൈവത്തെങ്കിലേക്ക് ഉയരുവാനുള്ള മനസ്സുള്ളവരാകണം. നമുക്കറിയാം, കേരളത്തിൽ തന്നെ വലിയ സംഗീതജ്ഞർ ആദ്യകാലത്തുണ്ടായിരുന്നു. അവർ സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും നോക്കാതെ ദൈവികമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ എഴുതി പ്രചരിപ്പിച്ചവരാണവർ. ഇവിടെ ഈ സമൃദ്ധി തരുന്നത്, കഴിവിൻ്റെ സമൃദ്ധി തരുന്നത്, അത് മറ്റുള്ളവരോട് പങ്കുവെച്ച് ഉദാരശീലനാകാൻ വേണ്ടിയിട്ടാണ്. അതുമല്ലെങ്കിൽ ശരിക്കുള്ള സമ്പത്ത് തന്നെ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സമൃദ്ധി തന്നിരിക്കുന്നു. ധാരാളം പണം, നല്ല ജോലി, ഇഷ്ടം പോലെ സ്ഥലം, ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഉദാരശീലരാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഉദാരശീലരാകുമ്പോൾ നമ്മളിൽ നീതിയുടെ വിളവ് സമൃദ്ധമാകും. അതായത് നമ്മൾ കൂടുതൽ ദൈവിക ചൈതന്യമുള്ളവരായി തീരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഉദാരശീലതയിലേക്ക് നടന്നെടുക്കാനുള്ള ആ ഒരു വിളി, അതിനുള്ള ഒരു ക്ഷണമാണ് നമ്മളിലുള്ള സമൃദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ബൗദ്ധികമായ കഴിവുകളും ശാരീരികമായ കഴിവുകളും സാമ്പത്തികവും അതുപോലെ സ്ഥാനമാനങ്ങളും എല്ലാം ഈ ഉദാരശീലനാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വലിയ ജോലി തരുന്നത്? ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഉദാരശീലരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഉദാരശീലരാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉദാരശീലരാകുന്ന ആ വ്യക്തികളെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അത് സന്തോഷത്തോടു കൂടി വേണം. സന്തോഷത്തോടു കൂടിയിട്ട് ആ ഉദാരത കാണിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല. പൗലോസ് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അത് നിർബന്ധിക്കുന്നു. എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം, ഇത് ചെയ്യാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. കാരണം ഞാൻ ഈ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് ഉദാരതയാകുന്നത്, സന്തോഷത്തോടു കൂടിയുള്ള കൊടുക്കലാകുന്നത്. അവിടെയാണ് നീതിയുടെ വിളവ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളിങ്ങനെ ആയിത്തീരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു നന്ദി പ്രകടനമായിട്ട് തീരും. ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനം. ദൈവം പൗലോസിനെ അപ്പസ്തോലനായി തിരഞ്ഞെടുത്തു, വിജാതിയരുടെ അപ്പസ്തോലൻ. ഇത്രയൊക്കെ കഴിവ് കൊടുത്തു, എല്ലാ തരത്തിലുള്ള അറിവുകളും കൊടുത്തു. അപ്പോൾ അവർക്ക് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഈ കോരിന്തോസിലെ വിശ്വാസികൾ മാറുകയാണ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നത് എന്തെന്നാൽ, സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കവിഞ്ഞൊഴുകൂടി ചെയ്യണം. ഇതിലൂടെ എല്ലാം നമ്മൾ
ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉദാരശീലരാകുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിന് സ്തുതിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉദാരശീലതയും എല്ലാം ഈ ദൈവികമായ സ്തുതിപ്പിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളാണ്. നമ്മൾ അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നവരാകട്ടെ, ഉദാരശീലരാകട്ടെ, അങ്ങനെ നമ്മളിൽ ഈ നീതിയുടെ സമൃദ്ധി ഉണ്ടാകട്ടെ, അതിൻ്റെ വിളവ് സമൃദ്ധമായിട്ടുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സന്തോഷത്തോടുകൂടി ഉദാരമായ മനസ്സോടുകൂടി ദാനം ചെയ്യുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ നീതിയുടെ വിളവുകൾ സമൃദ്ധമാക്കുന്നവർ. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, സമ്പത്ത്, സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ കൂടുതൽ ഉദാരശീലനാകാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. ആ ഉദാരതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സ്വാർത്ഥത വെടിഞ്ഞ് ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ സമ്പന്നത ഉദാരതയോടുകൂടി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആ നീതിയുടെ വിളവുകൾ ഞങ്ങളിൽ സമൃദ്ധമാക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ യഥാർത്ഥത്തിലുള്ള അനുയായികളായി തീരുവാനായിട്ട് ഇടയാവുകയും ഞങ്ങളുടെ ആ വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ കൂടുതൽ പേരിലേക്ക് നീ എത്തിച്ചേരുവാനായിട്ട് ഇടയാക്കുകയും ചെയ്യണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും.